എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ളൊരു ലഞ്ച് മെനുവിൻ്റെ കുറച്ച് റെസിപ്പികളുമായിട്ടാണ്. ഓഫീസൊക്കെ ഉള്ള ദിവസങ്ങളിൽ തലേദിവസം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ലഞ്ച് മെനു ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ പുളിങ്കറിയും പിന്നെ ഒരു തോരനും പിന്നെ ഒരു മീൻകറിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള മത്തങ്ങ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലതായിട്ട് പഴുത്ത മത്തങ്ങയാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗവും അതുപോലെ തന്നെ തൊലിയും മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ പുളിങ്കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചു. പ്രഷർ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിവിടെ 2 വിസിലാണിത് വേവിച്ചെടുത്തിരിക്കുന്നത്. 2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് മത്തങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് വേവിക്കാനായിട്ട്. മത്തങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മത്തങ്ങ പൊതുവേ കുറച്ച് മധുരമുള്ളൊരു പച്ചക്കറിയാണ്. അപ്പോൾ അത് പുളിങ്കറി പോലെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയൊരു സവാള അരിഞ്ഞതും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ നല്ലതാണ്. വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രേവിയാക്കി എടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ പുളിയും ഉപ്പും എല്ലാം കൂടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര അല്ലാതെങ്കിൽ ശർക്കര ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവയും ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കായവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് താളിച്ചൊഴിക്കാം. ഉലുവയും കായവും കൂടെ ചേർത്തിട്ട് നമ്മളതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ കഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മത്തങ്ങയാണെന്ന് പറയുകയില്ല. നല്ലൊരു കറിയാണ്. പുളിയും ഉപ്പും എരിയും ഒക്കെ ഉള്ള നല്ലൊരു കറി. ഇനി നമ്മളൊരു തോരൻ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് പൊട്ടി കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്രൊക്കോളിയാണ് ചേർക്കുന്നത്. ബ്രൊക്കോളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം പിന്നെ ഒരു ചെറിയ സവാളയും പച്ചമുളകും കൂടെ ചേർക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ബ്രൊക്കോളിയിലേക്ക് കുറച്ച് വെള്ളം തളിച്ചിട്ട് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ബ്രൊക്കോളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ച്, അതായത് ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് മുകളിലായിട്ടൊന്ന് വെതറി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. തേങ്ങയുടെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കി തൂത്തിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 മുട്ടയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തോരൻ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു സിമ്പിളായിട്ടുള്ള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് അതൊക്കെ തീർന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉള്ളിയും ഉലുവയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തു. തേങ്ങാപ്പാൽ ഇവിടെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്തതാണ്. തേങ്ങാപ്പാലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നാൽ മീനിൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 കഷ്ണം കുടംപുളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്ന് ചുറ്റിച്ചിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം.
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. നമ്മളിന്ന് മീൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് മഞ്ഞ ആവോലി എന്ന് പറഞ്ഞ മീനിലാണ്. മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികൾ എല്ലാം റെഡിയായി. ഒരു 2 ആഴ്ചയായിട്ട് നമുക്ക് എല്ലാവർക്കും പനിയായിരുന്നു. പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വായ്ക്ക് ഒന്നും രുചിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോഴും അതങ്ങോട്ട് ശരിയായിട്ടില്ല. ഇപ്പോഴും രുചിയില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഈ മത്തങ്ങ പുളി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കറികളും കൂട്ടിയിട്ടുള്ളൊരു നാടൻ ലഞ്ചാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്